ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നും നാളെയുമായി നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ഈ 3 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിൻ്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവയിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഈ 3 വാക്യങ്ങളിൽ പറയുന്ന ഇവരുടെ സ്ഥാനവും ശുശ്രൂഷയും സംബന്ധിച്ച് മൂപ്പന്മാർ വിശദീകരിച്ചു. ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഇവരെ സ്വർഗത്തിലാണോ സഹസ്രാർത്ഥ ഭൂമിയിലാണോ കാണുവാൻ കഴിയുക എന്നതിനെപ്പറ്റി വേദപഠിതാക്കളുടെ മധ്യേ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവിടെ പറയുന്ന അനുഗ്രഹങ്ങൾ 2 സ്ഥലങ്ങൾക്കും യോജിച്ചതാണ്. ഈ 3 വാക്യങ്ങളിൽ 7 സമ്പൂർണ്ണ അനുഗ്രഹങ്ങൾ കാണാം. അതിലാദ്യത്തെ 3 ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ഈ 7 സമ്പൂർണ്ണ അനുഗ്രഹങ്ങൾ ആരംഭത്തിൽ 1 പറയുന്നു. അതിനുശേഷം ഓരോ പോയിൻ്റുകൾ ഇന്നും നാളെയുമായി നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. 1 സമ്പൂർണ്ണ സാമീപ്യം, 2 സമ്പൂർണ്ണ സേവനം, 3 സമ്പൂർണ്ണ കൂട്ടായ്മ, 4 സമ്പൂർണ്ണ സംതൃപ്തി, 5 സമ്പൂർണ്ണ സുരക്ഷ, 6 സമ്പൂർണ്ണ നടത്തിപ്പ്, 7 സമ്പൂർണ്ണ സന്തോഷം. ഈ 7 പോയിൻറ്റിൽ ആദ്യത്തെ 3 ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. അതിൽ 1 സമ്പൂർണ്ണ സാമീപ്യം 7:15 നമ്മൾ കാണുന്നു. അവർ ദൈവസിംഹാസനത്തിന് മുമ്പിൽ ഇരിക്കും. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാനായിട്ട് കഴിയുകയില്ല. എബ്രായർ 12:14. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8. പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തിൽ പുറജാതികൾക്ക് പ്രാകാരത്തിന് അപ്പുറത്തേക്ക് പ്രവേശനം ഇല്ലായിരുന്നു. എന്നാൽ സ്വർഗീയാലയത്തിൽ എല്ലാ ജാതികളിൽപ്പെട്ടവർക്കും പ്രവേശനം ലഭിക്കുന്നു. അവിടെ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ല. ഇപ്രകാരം പ്രവേശനം ലഭിക്കുവാനുള്ള ഏക കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്. എഫീസ് ലേഖനം 2-ാം അധ്യായം 14-19 വരെ അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞതും സമാധാനം ഉണ്ടാക്കിയതുകൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഓരോ പുതിയ മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ അവൻ വന്നു ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. ആകിയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. അടുത്ത വാക്യം എബ്രായ ലേഖനം 9:12. ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലുള്ള സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. മറ്റൊരു വാക്യം എബ്രായ ലേഖനം 10-ാം അധ്യായം 19-22 വരെയുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിനും ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീക്കുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. അങ്ങനെ ഈ വാക്യങ്ങളെല്ലാം ദൈവവുമായിട്ടുള്ള സമ്പൂർണ്ണ സാമീപ്യമാണ് ഒന്നാമതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 2 സമ്പൂർണ്ണ സേവനം എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 7:15 നമ്മൾ കാണുന്നത്. അവൻ്റെ ആലയത്തിൽ രാപ്പകൽ ദൈവത്തെ ആരാധിക്കും. പഴയ നിയമത്തിൽ ലേവ്യരും പുരോഹിതന്മാരും മാത്രം ദൈവത്തെ ആരാധിക്കുമ്പോൾ 1 ദിനവൃത്താന്തം 9:33 ഇവിടെ വീണ്ടെടുക്കപ്പെട്ട ജനം രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്നു. രാപ്പകൽ എന്ന് വെച്ചാൽ രാത്രിയും പകലും എന്ന അർത്ഥത്തിലല്ല, നിരന്തരം എന്ന അർത്ഥത്തിലാണ്. കാരണം സ്വർഗത്തിൽ രാത്രിയില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിരന്തരം അഥവാ രാപ്പകൽ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 സങ്കീർത്തനം 1:2 രാപ്പകൽ ദൈവവചനം ധ്യാനിക്കണം. 2 ലൂക്കോസ് 18:7 രാപ്പകൽ പ്രാർത്ഥിക്കണം. അപ്പോസ്തല പ്രവൃത്തി 20:31 1 തിമോത്തിയോസ് 5:5. 3 അപ്പോസ്തല പ്രവൃത്തികൾ 26:7 രാപ്പകൽ ദൈവത്തെ ആരാധിക്കണം. വെളിപ്പാട് 4:8 7:15. 4 2 തെസ്സലോനിക്കർ 3:9 രാപ്പകൽ ആത്മീക ഭൗതിക വേലകൾ ചെയ്യണം. ഇത് നാം ചെയ്യുന്നില്ല എങ്കിൽ എന്ന് വെച്ചാൽ രാപ്പകൽ വചനം ധ്യാനിക്കണം, രാപ്പകൽ പ്രാർത്ഥിക്കണം, രാപ്പകൽ ആരാധിക്കണം, രാപ്പകൽ ആത്മീക ഭൗതിക വേലകൾ ചെയ്യണം. ഇത് നാം ചെയ്യുന്നില്ല എങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോവുകയും അവസാനം രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരികയും ചെയ്യും. വെളിപ്പാട് 21:10.
അടുത്തത് മൂന്നാമതായിട്ട് നമ്മളെ പഠനഭാഗത്തുള്ള കാര്യം സമ്പൂർണ്ണ കൂട്ടായ്മയാണ്. 7:15 വെളിപ്പാട് 7:15. സിംഹാസനത്തിലിരിക്കുന്നവൻ അവരുടെ മധ്യേ വസിക്കും. സിംഹാസനത്തിലിരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും എന്നുള്ള പരിഭാഷ ശരിയാണെങ്കിലും മൂലപദത്തിൻ്റെ അർത്ഥ ഗാംഭീര്യം മുഴുവൻ ലഭിക്കുന്നില്ല. വചനം ജഡമായി തീർന്നു,